മൂഡി ഡേ ആണ്. ഇന്ന് എഴുന്നേറ്റതാണെങ്കിലും സാധാരണയിൽ നിന്നും കുറച്ച് ലേറ്റ് ആയിട്ടാണ്. സാധാരണ എഴുന്നേൽക്കുന്ന സമയത്തിൽ നിന്നും കുറച്ചും കൂടെ ലേറ്റ് ആയിട്ട് എഴുന്നേൽക്കുമ്പോഴത്തേക്കിനും കുറച്ചും കൂടെ മൂഡി ആയിട്ടാണ് ഉണ്ടാവാറുള്ളതെങ്കിലും ഇന്ന് കമ്പാരിറ്റീവ്ലി ഒരു ഹാപ്പി ഫീൽ ആണുള്ളത്. കാരണം പൊതുവെ ഒരുപാട് കാര്യങ്ങളൊക്കെ അജണ്ടയിൽ ഉണ്ടെങ്കിലാണ് എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേക്കിനും ഒത്തിരി സമയം പോയല്ലോ എന്നൊരു ഫീല് വരുന്നത്. പക്ഷെങ്കിൽ ഇന്നങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു മൂഡുള്ള നല്ല ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസമാണ്. അപ്പോൾ ഇതേപോലെ തന്നെ അങ്ങോട്ട് പോകും എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് കുക്ക് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കിനും കുറച്ചും കൂടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നും അതേപോലെ തന്നെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യണം എന്നും ആണ് വിചാരിക്കുന്നത്. കാരണം അവർ ഹാപ്പി ആയി കഴിയുമ്പോഴാണ് നമ്മളുടെ ഈ ഒരു മൂഡ് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് പറ്റുന്നത്. ഒത്തിരി നാളായിട്ട് ഞാൻ ഉണ്ടാക്കാതിരുന്നിരുന്ന കുറച്ച് സാധനങ്ങളാണ് ഇന്ന് കിഡ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത് കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമുള്ള കാരമൽ പോപ്കോൺ ആണ്. സ്വീറ്റ് ആയിട്ട് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഉണ്ടാക്കാതിരിക്കുമായിരുന്നു ഒത്തിരി നാളായിട്ട്. എന്നാലും കംപ്ലീറ്റ് റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. ഒരു സ്പെഷ്യൽ ഡേയിൽ, ഹാപ്പി മൊമെൻറ്റ്സിലൊക്കെ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ. ഞാനും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാക്കാതെയൊക്കെ ഇരിക്കുമെങ്കിലും ചിലപ്പോൾ ഇങ്ങനെ ആലോചിക്കാറുണ്ട്, കുട്ടികളെ നമ്മളുടെ കൂടെ ഉള്ള സമയത്ത് മാത്രമേ നമുക്കിതൊക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ടൊക്കെ സാധിക്കുകയുള്ളൂ. കുറച്ചും കൂടെ കഴിഞ്ഞാൽ അവർ വലുതായി അവർ നമ്മളിൽ നിന്നും പോവുന്ന, അവരുടേതായിട്ടുള്ള ലൈഫിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് പോവുന്ന ഒരു സമയമായി കഴിയുമ്പോൾ ഇതൊന്നും ഉണ്ടാക്കാനും പറ്റില്ല. അതേപോലെ തന്നെ നമ്മൾ എന്തായാലും കഴിക്കുന്നും ഉണ്ടാവില്ല. അപ്പോൾ കുഞ്ഞു ആഗ്രഹങ്ങൾ, അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കുറച്ച് മധുരമുള്ളതാണെങ്കിലും അതിൻ്റെ ഒരു മധുരത്തിൻ്റെ ലെവലൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് ഇടയ്ക്കൊക്കെ ചെയ്തു കൊടുക്കാമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. വൺസ് നിങ്ങളുടെ കുട്ടികൾ ടീനേജ് ഇയേഴ്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു ഫീലിംഗ് എന്തായാലും വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദിവസങ്ങളിലൊക്കെ അവർക്ക് ഇഷ്ടമുള്ള ഒത്തിരി ഫേവററ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവരുടെ മുഖത്ത് വരുന്ന ഒരു ചിരി ഉണ്ടല്ലോ, അത് കാണാനും എനിക്കിഷ്ടമാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഒരു കറിയുടെ റെസിപ്പി ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ വന്ന മെസ്സേജാണ്, ഞാൻ ഇപ്പോഴാണ് കണ്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനൊന്ന് റിപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാനതിൻ്റെ റെസിപ്പി ടൈപ്പ് ചെയ്തിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഈ ഒരു കറി ഞാൻ അങ്ങനെ അതിൻ്റെ വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല. വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ലിങ്ക് അയച്ചേനെ. അപ്പോൾ ഇതിനു മുന്നേ ഞാൻ വീട്ടിൽ വന്നപ്പോഴത്തേക്കിനും ഞാൻ ഫുഡ് ഉണ്ടാക്കിയതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ അത് ഞാൻ ടൈപ്പ് ചെയ്ത് അയച്ചു കൊടുത്തു. എനിക്ക് പൊതുവേ ഇഷ്ടമാണ് ആരെങ്കിലും അങ്ങനെ റെസിപ്പി ചോദിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ ഞാൻ കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും എഫേർട്ട് എടുത്തിട്ടാണെങ്കിലും ഒക്കെ അതിന് വേണ്ടിയിട്ട് എൻ്റെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് തന്നെ ഇരുന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മെസ്സേജ് അയച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇൻഫാക്ട് ഇറ്റ് ഫിൽസ് അവർ ഹാർട്ട് എന്ന് പറയത്തില്ല, ചില കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നും, കുഞ്ഞു കാര്യങ്ങളാണെങ്കിൽ പോലും. ഒരു ഉച്ചയൊക്കെ ആവാറായപ്പോഴത്തേക്കിനും ഞാനൊരു ഡ്രിങ്കും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇതിന് മുന്നേ ഞാൻ മൊഹബത്ത് കാ ഷർബത്ത് എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ ഒരു അങ്ങനൊരു മൊഹബത്ത് കാ ഷർബത്ത് എന്ന് പറഞ്ഞ് എക്സാക്ട്ലി ആ രീതിയിൽ ഉണ്ടാക്കാതെ ഇതിനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു റോസ് മിൽക്ക് പോലെയാണ് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ സിറപ്പും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ സിറപ്പും ഇട്ടു, അതേപോലെ നല്ല ചിൽഡായിട്ടുള്ള പാലിലേക്ക് കുറച്ച് പഞ്ചസാരയും ഒക്കെ ഇട്ട് എടുക്കുമ്പോഴത്തേക്കിനും ഈ ഒരു സമ്മർ ടൈമിൽ ഒത്തിരി നല്ലതായിരിക്കും. പിന്നെ കുട്ടികൾക്കാണെങ്കിലും ഒത്തിരി ഇഷ്ടമാകുകയും ചെയ്യും. പിന്നെ ഞാൻ പലപ്പോഴായിട്ട് എനിക്ക് ഉണ്ടാക്കാനായിട്ട് നല്ലപോലെ അറിയാവുന്ന, ഉണ്ടാക്കിയിട്ട് നല്ലതുപോലെ വന്നിട്ടുള്ള നല്ല റെസിപ്പീസ്, അത് മെയിൻലി ഡെസേർട്ട്സിൻ്റെയും സ്വീറ്റ്സിൻ്റെയൊക്കെ ഞാൻ പലപ്പോഴായിട്ട് എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ട്, സ്ഥിരമായിട്ട് ഈ സ്വീറ്റ്സും ഡെസേർട്ട്സൊക്കെ ആണോ വീട്ടിലുണ്ടാക്കുന്നതെന്നുള്ളത്. അപ്പോൾ അങ്ങനെയല്ല, വൺസ് ഇൻ എ വൈൽ മാത്രമാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ നോക്കിയാലും കാണാനായിട്ട് പറ്റും. ഞാൻ ഒരുപാട് റെസിപ്പീസ് ഒന്നും പോസ്റ്റ് ചെയ്യാറില്ല. അതേപോലെ തന്നെ ഇപ്പം ഡെസേർട്ട്സും സ്വീറ്റ്സും ഒക്കെ ആണെങ്കിലും നമ്മൾ പൊതുവേ അതൊക്കെ ഉണ്ടാക്കാറുള്ളത് ഒന്നെങ്കിൽ ഗസ്റ്റ് വരുമ്പോൾ, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒക്കേഷൻ ഉള്ളപ്പോഴൊക്കെയാണ് ഉണ്ടാക്കാറുള്ളത്. ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിലിരുന്നോളും, പിറ്റേ ദിവസം വരെയൊക്കെ ആണെങ്കിലും ഇരിക്കും കേട്ടോ. നമ്മൾക്കിപ്പം ഗസ്റ്റൊക്കെ വരുന്ന സമയത്താണെങ്കിൽ ചില ഡ്രിങ്ക്സ്, ഇപ്പം വെൽക്കം ഡ്രിങ്കൊക്കെ നേരത്തെ തന്നെ ഉണ്ടാക്കിയൊക്കെ വെച്ച് ആ ഒരു പണിയാണ് ഒതുക്കണം എന്നുള്ളതെങ്കിലും അതിനും നല്ലൊരു ഡ്രിങ്കാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
അപ്പോൾ അതിന് ശേഷമുള്ള പണി എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഞാനിവിടെ ഇങ്ങനെ ഡീക്ലട്ടറിങ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കിനും കുറച്ച് ഫയൽസ് ഉണ്ട്, നമ്മളുടെ ബോക്സ് ഫയൽസ് അല്ലേ. അപ്പം കുറച്ചൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നായിരുന്നു. കുറച്ചിലൊക്കെ കുട്ടികളുടെ ഈ പേപ്പേഴ്സും സ്കൂളിലെ വർക്കും അങ്ങനെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പേപ്പേഴ്സൊക്കെ ഇരുന്നിരുന്നായിരുന്നു. അപ്പോൾ ഇപ്പോൾ അതെല്ലാം മാറ്റി, ആവശ്യമില്ലാഞ്ഞതൊക്കെ മാറ്റി. അപ്പോൾ ഇതിനെ ഡീക്ലട്ടർ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കിനും ഞാൻ നോക്കിയപ്പോൾ ഇതിനകത്ത് അങ്ങനെ ഇപ്പോൾ അതിനൊരു ആവശ്യമില്ല. പക്ഷേങ്കിൽ ഈ ബോക്സ് ഫയൽസൊക്കെ നല്ല ഫയൽസാണ്, ഒരു കേടൊന്നും ഇല്ലാത്ത. അപ്പോൾ അതെല്ലാം എടുത്തിട്ട് ഒറ്റയടിക്ക് കളയാനുള്ളൊരു മനസ്സ് വരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇതിനൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് വേറെ അതിൻ്റെ സൈഡിൽ മിക്കവാറും നമ്മൾ ഈ ബോക്സ് ഫയൽസ് ഉപയോഗിക്കുമ്പോൾ സൈഡിൽ എഴുതിയിട്ടുണ്ടാകുമല്ലോ. അപ്പോൾ ആ ഒരു റൈറ്റിങ്ങിൻ്റെ പോർഷനിലൊക്കെ വേറെ എന്തെങ്കിലും പേപ്പറോ ഒക്കെ വെച്ചിട്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ഓഫീസിൽ ആർക്കും ഉപയോഗമില്ലാതെ ഇതിനെ ഗാർബേജിലേക്ക് കളയുന്നത്, എന്ത് സാധനമാണെങ്കിലും മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ആണെങ്കിൽ അത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അതിനെ ആക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി. അപ്പോൾ ഇതിപ്പം വീട്ടിൽ അതിന് വലിയൊരു ആവശ്യം ഇപ്പോൾ ഇല്ല. മാക്സിമം നമുക്ക് 1-2 ഫയൽസ് മാത്രം മതി. കാരണം 2 കുട്ടികൾക്കും അവരുടെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പേപ്പേഴ്സ് വെക്കാനായിട്ട് 2 ഫയൽസിൻ്റെ ആവശ്യമുള്ളൂ. പക്ഷെ ഇവിടെ ഒരു 5-6 എണ്ണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതിനെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് അതിൻ്റെ സൈഡിൽ നമ്മൾ പേപ്പർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒട്ടിച്ചിട്ട് ഓഫീസിൽ കൊണ്ടുപോയി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അവിടെ ആകുമ്പോഴത്തേക്കിനും എന്തായാലും പേപ്പേഴ്സും ഒക്കെ തന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ നമുക്ക് ഫയൽ ചെയ്യേണ്ട ആവശ്യമൊക്കെ വരുമ്പോഴത്തേക്കിനും എപ്പോഴെങ്കിലും ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് അത്രയും ഒരു സ്പേസ് മാറി കിട്ടുകയും ചെയ്യും. ആ ഒരു കംപ്ലീറ്റ്ലി ഇതിനെ ഒരു വേസ്റ്റായിട്ട് കളയണ്ട എന്നുള്ള രീതിയിലാണ് ഇതിനെ മാറ്റിയെടുക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ചെയ്യുന്നത്, നമ്മളുടെ കയ്യിൽ കുറച്ച് ഗോൾഡൻ പോത്തോസ് ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെയൊക്കെ വെള്ളം ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആ പ്ലാന്റ്സിനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളിതിങ്ങനെ ഇൻഡോർ പ്ലാന്റ്സിനെ വെള്ളത്തിലിട്ട് വെച്ചേക്കുന്നതാകുമ്പോഴത്തേക്കിനും ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ വെള്ളം ഒന്ന് മാറ്റി കൊടുത്തില്ലെങ്കിൽ ആ വെള്ളം അങ്ങ് ചീത്തയാവും. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ വേരിൻ്റെ പോർഷനൊക്കെ ഇങ്ങനെ പായൽ പോലെ പിടിക്കുകയും ചെയ്യും. അപ്പോൾ ഇടയ്ക്കൊന്ന് വാട്ടർ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ അത് നല്ല ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കും. പിന്നെ അതിനെ ഗ്രോ ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആവുകയും ചെയ്യും. പിന്നെ ഈ ഒരു ഇൻഡോർ പ്ലാന്റ്സിനൊന്നും തന്നെ ഞാനങ്ങനെ അഡീഷണലി ഫെർട്ടിലൈസേഴ്സ് ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല ആസ് ഓഫ് നൗ. ഇനി പിന്നീട് എപ്പോഴെങ്കിലും നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ഉപയോഗിക്കാം എന്നാണ് വിചാരിക്കുന്നത്. കാരണം ചിലതിൻ്റെ ഒന്നും അങ്ങനെ ഗ്രോ ചെയ്യുന്നില്ല ഒരുപാട്. ഞാനൊരു പ്ലാന്റ് പേഴ്സണേ ആയിരുന്നില്ല കേട്ടോ. എനിക്കിങ്ങനെ ഇതിനകത്ത് ഈ പ്ലാന്റ്സ് ഒക്കെ വളർന്നു വരുന്നത് കാണുമ്പോൾ അതിനകത്ത് ഇങ്ങനെ സന്തോഷം കണ്ടെത്താൻ പറ്റും എന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. വളരെ ചെറിയ ഒരു ഗോൾഡൻ പോത്തോസിൽ നിന്നാണ് ഞാൻ തുടങ്ങിയത്. ഇപ്പോഴും എൻ്റെ കയ്യിൽ ഒരുപാട് കളക്ഷൻസും അങ്ങനെയൊന്നുമില്ല. ഇപ്പം ഉള്ളത് 1-2 എണ്ണം ആണെങ്കിൽ പോലും അതിങ്ങനെ വളർന്നു വരുന്നത് കാണാനൊക്കെ ഇഷ്ടമാണ്. അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് അതിനെ ഒന്ന് കെയർ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കിനും ഒരു ആത്മനിർവൃതി എന്ന് പറയത്തില്ലേ, അത് കിട്ടാറുണ്ട്. ഇപ്പോഴും ഇഷ്ടമാണെങ്കിലും ഒരുപാട് കെയറും ഒരുപാട് സമയവും ഒക്കെ ആവശ്യമുള്ള പ്ലാന്റ്സിനെ ഞാൻ ഇപ്പോഴും ഇതേവരെയും എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ടില്ല. കാരണം അതിനെ എനിക്ക് അത്രയും ഒന്നും കെയർ ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് അങ്ങനെ ഒരു കോൺഫിഡൻസ് ഇല്ല, അല്ലെങ്കിൽ അതിന് മാത്രം സമയം സ്പെൻഡ് ചെയ്യാനൊന്നും പറ്റത്തില്ല എന്ന് തോന്നിയിട്ട് ഞാൻ ഒരുപാട് നേരത്തെ കെയറൊന്നും ആവശ്യമില്ലാത്തത് മാത്രമേ ആസ് ഓഫ് നൗ എൻ്റെ കയ്യിലുള്ളൂ. പിന്നെ ഈ ഒരു മണി പ്ലാന്റിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് കുറേ ബേബീസ് ഉണ്ടാകുമല്ലോ. അപ്പോൾ നമുക്ക് ഒറ്റ പ്ലാന്റ് ഉള്ളെങ്കിലും അതിൽ നിന്ന് കുറച്ച് നാൾ കൊണ്ട് ഇതിങ്ങനെ വളർന്നു വന്ന് കഴിയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് തന്നെ അതിൻ്റെ ബേബീസിനെ എടുത്തിട്ട് വേറെ ഗ്ലാസ്സിലൊക്കെ വെച്ച് വളർത്താൻ പറ്റും. പിന്നെ നല്ലതുപോലെ വളർന്ന് നല്ലതുപോലെ റൂട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സോയിലിലേക്ക് മാറ്റാം. ഞാൻ ഇതേപോലെ മുൻപ് സോയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ മണ്ണിലേക്ക് മാറ്റിയതിൽ ഒരെണ്ണം കുഴപ്പമില്ലാതെയൊക്കെ വളർന്നിട്ടുണ്ട്. പക്ഷെങ്കിലും മറ്റൊന്ന് കാലങ്ങളായിട്ട് ഒരേ ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നത്തെ ഒരു അജണ്ടയിൽ ഒരു കാര്യം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മളുടെ കസ്റ്റേർഡാണ് കേട്ടോ. ഫ്രൂട്ട് കസ്റ്റേർഡ് എന്ന് പറയത്തില്ലേ, കസ്റ്റേർഡ് പൗഡറൊക്കെ ഇട്ടിട്ട്. അപ്പം അതും കൂടി ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ പൊതുവേ ഞാൻ ഈ ഫ്രൂട്ട് കസ്റ്റേർഡൊക്കെ ഉണ്ടാക്കാറുള്ളത് അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ടുള്ളത് ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോഴാണ്. അപ്പോൾ ആരെങ്കിലും വരുമ്പോഴത്തേക്കിനും നമുക്കതിനകത്ത് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ്ലി ഫ്രൂട്ട്സൊക്കെ ഇട്ട് തന്നെയാണ് ഈ കസ്റ്റേർഡ് ഇതിന് മുൻപൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ അടുത്ത് മെയിൻലി കുട്ടികൾ പറയും അവർക്ക് ഈ ഫ്രൂട്ട് കസ്റ്റേർഡ് അതെന്ന് പറഞ്ഞൊരു ക്രീമായിട്ടാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ അവർക്ക് അങ്ങനത്തെ ക്രീമി ആയിട്ട് തന്നെ കഴിക്കാനാണ് ഇഷ്ടം. അതിൻ്റെ ഇടയ്ക്ക് ഈ ഫ്രൂട്ട്സ് വരുന്നതൊരു ട്രബിളായിട്ടാണ് തോന്നാറുള്ളത്. അത് മാറ്റിത്തരണം എന്ന് എപ്പോഴും പറയാറുണ്ടെങ്കിലും എപ്പോഴൊക്കെ ഇത് ഉണ്ടാക്കുന്നതോ അത് ആർക്കെങ്കിലും ഗസ്റ്റിന് വേണ്ടി ആയതുകൊണ്ട്
ഞാൻ അതിന് വേണ്ടിയിട്ട് അഡീഷണലി ഇതുവരെയും ട്രൈ ചെയ്തിട്ടേ ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ ഫ്രൂട്ട്സ് ഒട്ടും തന്നെ ഇല്ലാതെ ഈ ഒരു കസ്റ്റേർഡ് മാത്രം അതിൻ്റെ ക്രീമി ഫോമിലാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഒരു കിഡ്സിന് ഫേവററ്റ് ആയിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെന്ന് പറയുമ്പോൾ അവർക്ക് ഫ്രൂട്ട്സ് വേണ്ട എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ അതിനകത്ത് നിർബന്ധിച്ച് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ചില ദിവസങ്ങളിൽ വേറെ ഒരുപാട് തിരക്കിട്ട ജോലികളൊന്നും ചെയ്യാതെ ഒരുപാട് ആളുകളോടൊന്നും സംസാരിക്കാതെ എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ മാത്രം ചെയ്തിട്ട് എനിക്ക് കംപ്ലീറ്റ്ലി എനർജൈസ്ഡ് ആവുന്ന തരത്തിലുള്ള ആക്ടിവിറ്റീസിനകത്തൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഇൻവോൾവ് ആയിട്ടിരിക്കാനായിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അങ്ങനെ ഒരു ആക്ടിവിറ്റിയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും നമ്മളൊരു നെക്സ്റ്റ് ഒരു വീക്കിലേക്ക് തന്നെ എനർജൈസ്ഡ് ആയി എന്ന് തോന്നാറുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും എൻ്റെ അടുത്ത് രാവിലെ മുതൽ തന്നെ ആമി പറയുന്നുണ്ടായിരുന്നു കയ്യിൽ അവൾക്ക് മെഹന്തി ഇട്ട് കൊടുക്കണം എന്നുള്ളത്. ഞാൻ വൈകിട്ടാവട്ടെ കുറച്ച് കഴിയട്ടെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ രാത്രി ആയപ്പോഴത്തേക്കിനും ഇനി എനിക്ക് എസ്കേപ്പ് ആവാനായിട്ട് പറ്റത്തില്ല. ഇപ്പോൾ ഞാൻ നല്ല മെഹന്തി ഡിസൈൻസ് നെറ്റിൽ നോക്കിയിട്ട് ഗൂഗിളിൽ സെർച്ച് നോക്കിയിട്ടാണ് ഇടുന്നത് കേട്ടോ. എന്നാലും ഇട്ട് വന്നപ്പോഴത്തേക്കിനും വലിയ കുഴപ്പമില്ലാതെ വന്നു. അവൾ ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു, ആൾക്ക് ഇഷ്ടമായി ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു കോണും ഞാൻ വാങ്ങിയതാണ് കേട്ടോ. പൊതുവേ ആളുകൾക്ക് ഈ ക്ലൗഡി ഡേയ്സ് വലിയ കാര്യമായിട്ട് ഇഷ്ടമല്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേങ്കിൽ എനിക്കെന്തോ പൊതുവേ ഇഷ്ടമാണ് ക്ലൗഡി ഡേയ്സ്. ക്ലൗഡി ആയിട്ടിരിക്കുമ്പോഴത്തേക്കിനും തോന്നുന്നത് മഴ വരുമല്ലോ എന്നുള്ളൊരു തോന്നലാണല്ലോ. പൊതുവേ ഇവിടെ അങ്ങനെ കാര്യമായിട്ട് മഴയൊന്നും പെയ്യത്തില്ലെങ്കിലും ക്ലൗഡി ആയിട്ടിരിക്കുന്ന കാണുമ്പോഴത്തേക്കിനും ഒരുപാട് നല്ല മെമ്മറീസ് വരും. അതേപോലെ തന്നെ ഒത്തിരി ഇഷ്ടമാണ് ആ ഒരു സമയം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ഇന്നത്തെ വീഡിയോയുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. നമുക്ക് ഉടനെ തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്.